ഹല്ലേലൂയ. എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. ടുഡേയ്സ് മെസ്സേജ് ടൈറ്റിൽ നാം എവിടെ പാർക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവമക്കൾ മരിക്കുമ്പോൾ അവരുടെ ആത്മാക്കളുടെ വിശ്രാമ സ്ഥലം ആണ് പർദീസ. കർത്താവായ യേശു ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുമ്പ് ഈ പർദീസ ഭൂമിയുടെ അധോഭാഗങ്ങളിലായിരുന്നു. നമുക്കറിയാം, ധനവാന്റെയും ലാസറിൻ്റെയും കഥയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശാരീരിക മരണം സംഭവിക്കുമ്പം സകല വിശുദ്ധന്മാരുടെയും ആത്മാക്കൾ അവർ രക്ഷയുടെ അനുഭവം മാത്രമുള്ളവരായാലും വിശുദ്ധീകരിക്കപ്പെട്ടവരായാലും പർദീസയിലേക്ക് ഉടനെ പ്രവേശിക്കുന്നു. അത് ആകയാൽ മാനസാന്തരപ്പെട്ട് ക്രൂശിലെ കള്ളനും പർദീസയിൽ ഒരു സ്ഥാനം ലഭിക്കുന്നു. ലൂക്കോസിൽ നമ്മൾ വായിക്കുന്നു. പർദീസയ്ക്ക് ഒന്നാം സ്വർഗം, രണ്ടാം സ്വർഗം, മൂന്നാം സ്വർഗം എന്നിങ്ങനെ 3 ഭാഗങ്ങൾ ഉണ്ട്. മരിച്ചുപോയ വിശുദ്ധന്മാരുടെ ആത്മാക്കൾ അവർ ജീവിച്ചിരുന്ന കാലവും പ്രാപിച്ച ആത്മീയ അനുഭവങ്ങളും അനുസരിച്ച് ഈ സ്ഥലങ്ങളിൽ വിശ്രമിക്കും. നിത്യതയിലും പുതിയ ഭൂമി, പുതിയ ആകാശം, പുതിയ യെരൂശലേം, ഇങ്ങനെ 3 വാസസ്ഥലങ്ങൾ നമ്മൾ വെളിപ്പാട് 21-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യേശു സ്വർഗത്തിന് മീതെ കയറി എന്ന് എഫേസ്യർ 4:10 വായിക്കുന്നുണ്ട്. സ്വർഗത്തിന് മീതെ കയറി. അപ്പോൾ ഇവിടെ ചില കാര്യം മനസ്സിലാക്കാനുണ്ട്. വിശുദ്ധ പൗലോസ് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടതായിട്ട് നമ്മൾ 2 കൊരിന്ത്യർ 12:2 വായിക്കുന്നുണ്ട്. അപ്പോൾ 3-ാം സ്വർഗം ഉണ്ടെങ്കിൽ 1-ാം സ്വർഗം, 2-ാം സ്വർഗം എന്നിങ്ങനെ മറ്റ് 2 സ്വർഗങ്ങളും ഉണ്ടായിരിക്കണം. മനുഷ്യൻ ഉച്ചരിക്കുവാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ 3-ാം സ്വർഗത്തിൽ പൗലോസ് കേട്ടത് അത് പ്രസ്തുത സ്ഥാനം വിശുദ്ധീകരിക്കപ്പെട്ട പൂർണ്ണമാക്കപ്പെട്ട സഭയ്ക്കുള്ളതാണെന്ന് വ്യക്തം ആണ്. അപ്പോൾ വിശുദ്ധീകരിക്കപ്പെട്ട പുതിയ നിയമ വിശുദ്ധന്മാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു സ്ഥലമാണ് ഇത്. യേശുവിൻ്റെ രഹസ്യ വരവെങ്കിൽ ഉയർപ്പിക്കപ്പെടുന്നവരെ അവർ അവിടെ വിശ്രമിക്കുന്നു. ഈ 3-ാം സ്വർഗം യോഹന്നാൻ പത്മോസ് ദ്വീപിൽ വെച്ച് ദർശനത്തിൽ കാണുന്നുണ്ട്. പുതിയ യെരൂശലേമിനോട് അത് ഒക്കുന്നു. ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ പുതിയ യെരൂശലേം പൂർണ്ണമാക്കപ്പെട്ട പുതിയ നിയമ വിശുദ്ധന്മാരുടെ അവകാശവും വാസസ്ഥലവും ആകുന്നു. വരിക, കുഞ്ഞാടിൻ്റെ കാന്തയെ മണവാട്ടിയെ കാണിച്ചു തരാം എന്ന് വിശുദ്ധ യോഹന്നാൻ പറയുന്നു. അവൻ ആത്മവിശ്വതയിൽ ഉയർന്ന വൻമരയിൽ കൊണ്ടുപോയാൽ നമ്മൾ കാണുന്നുണ്ട്. ആകെ പ്രിയ ദൈവമക്കളെ, സ്തോത്രം. നമ്മൾ എന്ത് പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്നു? ഹല്ലേലൂയ. അപ്പോൾ പുതിയ ആകാശമുണ്ട്, പുതിയ ഭൂമിയുണ്ട്, പുതിയ യെരൂശലേമുണ്ട്. നാം എവിടെ പാർക്കാൻ ആഗ്രഹിക്കുന്നു? ഹല്ലേലൂയ, സ്തോത്രം. നമുക്കറിയാം, മനുഷ്യരും അവനതയിലിരിക്കുന്നവരാരും ദൈവത്തെ സ്തുതിക്കുന്നില്ല. ഈ വാക്കുകളാൽ ദൈവം അനുഗ്രഹിക്കട്ടെ.